ഹായ്, എസ് പി ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഈ ട്രോൾ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഇനി ഏത് കൊലക്കൊമ്പനാണെങ്കിലും പിള്ളേരെടുത്തിട്ട് അലക്കി ഊപ്പാട് വരുത്തുന്നു എന്നത് വെറുതെ അല്ല. ഞാനൊരു രാവിലെ ഒരു ട്രോൾ കണ്ടു. മോർണിംഗ് വാക്കിൽ വന്ന സന്ദർഭത്തിൽ വീഡിയോസ് എല്ലാം നോക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ വിശ്വ ഗുരുജിയുടെ ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ 3 മില്യൺ ആൾക്കാർ കണ്ടു എന്നൊക്കെ അടിച്ചു പൊക്കുമ്പോൾ എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി ചെയ്ത ഒരു ട്രോൾ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പ ഹിറ്റാണ്. അത് നിങ്ങളൊന്ന് കാണണം. കാര്യം അദ്ദേഹത്തിന്റെ ഈ വേദന വിഷമമൊക്കെ അഭിനയിച്ച് തകർത്തുകൊണ്ട് നാട്ടുകാരോടിരുന്ന് ആ സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഈ പറയില്ല, ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന്, അതിനുവേണ്ടി എൻ്റെ കസേര തെറിക്കാതിരിക്കാൻ വേണ്ടി അർദ്ധരാത്രി 12 മണിക്ക് അദ്ദേഹം ഇട്ട ആ വീഡിയോ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ, അതിന്റെ ഒരു ട്രോൾ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടേ. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है। लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए പിള്ളേരോടാണ് കളി. ഓരോ വാക്ക് വിഷമം കൊണ്ട് വരാൻ വലിയ പാടാണെന്ന് അഭിനയിച്ച് തകർത്ത് ഇറക്കി ഫോണിനകത്ത് ഇങ്ങനെ കയറിയിരുന്ന് വർത്തമാനം പറഞ്ഞ വ്യക്തിയെ എങ്ങനെയാണ് പുതിയ കാലത്തെ പിള്ളേർ അത് കാണുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ എങ്ങനെ ടേക്ക് ഓൺ ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നിങ്ങൾ കണ്ടത്. അതായത് ഓരോ വാക്കും എഴുതി പഠിപ്പിച്ച് പറയിക്കുന്നത് പോലെ പി ആറുകാർ ആ പറയുന്ന ക്യാമറയുടെ 2 സൈഡിൽ നിന്നിട്ട് ഇതുപോലെയാണ് എഴുതി കാണിച്ചു കൊടുക്കുന്നത്. അവിടെ എന്ത് വെച്ചിരിക്കുകയാണ്, മൊബൈൽ ഫോണിന്റെ തൊട്ട് സൈഡിലായിട്ട്, അതായത് നേരെ ക്യാമറയുടെ അതായിട്ട് നേരെ ക്യാമറയ്ക്ക് നേരെയായിട്ടാണ് ഈ പ്രോംപ്റ്റർ വെച്ചിട്ടുള്ളത്. പറയേണ്ട കാര്യം വാക്കായിട്ട്, അല്ലാതെ ഈ ഉള്ളാലേ ഇല്ലല്ലോ, ഈ കുടത്തിലുള്ളതല്ലേ തവി കയറും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെ എഴുതി പഠിപ്പിച്ച് നടനെ കൊണ്ട് അഭിനയിപ്പിച്ചതിന് ശേഷം എനിക്ക് പേപ്പർ ലീക്കിൽ ഭയങ്കര വിഷമമാണെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെന്ന് ആ ഒരു ട്രോൾ വീഡിയോ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ലേ? ഒന്നുകൂടെ കണ്ടേ. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है। लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए ഇമാതിരി തട്ടുപൊളിപ്പൻ നമ്പറുമായിട്ടൊന്നും വരല്ലേ ജി. കാലം കഴിഞ്ഞു. എക്സ്പയർഡ് എടുത്ത് മാറ്റും. പുതിയ വല്ല നമ്പറും കൊണ്ടുണ്ടെങ്കിൽ വന്ന് ഇറക്കുക. അല്ലാത്ത പക്ഷം ഇനിയുള്ള പുതിയ കാലഘട്ടത്തിൽ നിങ്ങളെ കണ്ട്, അതായത് നമ്മൾ പറയല്ലേ, ഈ പുതിയ തലമുറയെ അംഗീകരിക്കാൻ വലിയ മടിയുള്ളവരാണ് ഈ പഴയ മാടമ്പി അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞാൽ. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ആളും. അദ്ദേഹം ഈ പറയുന്ന അഭിനയങ്ങളിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ രോമാഞ്ചമാണ് ഈ നാട്ടിലെന്നൊക്കെ വിചാരിക്കുന്ന കുറേ മൗഢ്യങ്ങളാണ് നമ്മുടെ ചുറ്റാകെ ഉള്ളത്. കാര്യം ഓരോ കാലഘട്ടത്തിൽ അതാത് ഏജിലുള്ളവരാണ് അവരെ സ്വാധീനിക്കുന്നത്. അല്ലാതെ ഇന്നലകളിലുള്ള നമ്മുടെ അപ്പൂപ്പന്മാരുടെ പ്രായത്തിലുള്ള മനുഷ്യരെയൊക്കെ നമ്മളൊരു വലിയ സംഭവമാക്കി കാണുന്നു എന്ന് വിചാരിക്കുന്ന സംഘികൾക്ക് അത് അവർക്ക് അങ്ങനെ വിചാരിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ റിയാലിറ്റി എന്താണെന്നും അദ്ദേഹത്തിന്റെ ഇമാതിരിയുള്ള ചില അഭിനയങ്ങളെയൊക്കെ പിള്ളേരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടത്. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है। लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही
पीड़ादायक है और इसलिए